പ്രിയമുള്ള സുഹൃത്തുക്കളെ, സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അവിശ്വസനീയങ്ങളാണ്. അവസാനമായി മദ്യം വിൽക്കാൻ മദ്യഷോപ്പുകൾക്ക് ലൈസൻസ് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യപടിയായി ഫോറിൻ ഡിപ്ലോമാറ്റുകളാണ് ഉപഭോക്താക്കൾ. പിന്നീട് സൗദി പൗരന്മാരും പട്ടികയിൽ വരുമെന്ന് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ തന്നെ മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സൗദിയിൽ ഇല്ലിസിറ്റ് ലിക്വർ യഥേഷ്ടം സുലഭമെന്നാണ് വാർത്ത. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുഹമ്മദ് ബിൻ സൽമാൻ വരുത്തുന്ന ഈ മാറ്റങ്ങൾ വളരെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ അദ്ദേഹം ഒരു യുക്തിവാദിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇസ്ലാം കർക്കശമായി നിരോധിച്ച ഒരു കാര്യമാണ് മദ്യം. അതിനെ യഥേഷ്ടം പബ്ലിക്കായി തന്നെ തുറന്നു വിൽക്കാനുള്ള അവസരം നൽകുമ്പോൾ ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് അത് സാധ്യമുള്ള കാര്യമല്ല. ഇതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, ഹാരിസ് സുൽത്താൻ എന്ന എക്സ് മുസ്ലിമിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ അദ്ദേഹം സൗദിയിലെ ഒരു മുല്ല കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അപഗ്രഥിച്ചും വിമർശിച്ചും ഇട്ട ഒരു വീഡിയോ. അതിൽ മുല്ല പറയുന്ന ഒരു കാര്യം, 5 വർഷത്തിന് മുമ്പ് ഒരു അമേരിക്കൻ CIA സ്പൈ MBSനെ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് MBS പങ്കുവച്ചു എന്ന് പറയപ്പെടുന്ന വർത്തമാനങ്ങൾ. എന്താണ് MBS പറഞ്ഞത്? ഈ തീവ്രവാദം, വഹാബിസം ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം ഇസ്ലാം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീവ്രവാദത്തിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് ഇസ്ലാം എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഇവരൊക്കെ, അതായത് ഈ തീവ്രവാദങ്ങളൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്, രോഗകാരണം ഇസ്ലാം എന്ന് അദ്ദേഹം ഈ കോൺഗ്രസ്മാനായ, ഇപ്പോഴത്തെ കോൺഗ്രസ്മാനായ, US കോൺഗ്രസ്മാനായ CIA സ്പൈയോട് തുറന്നു പറഞ്ഞ ഒരു തെളിവ് ഇവിടെ ഹാരിസ് സുൽത്താൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യം, ഒരു ജിഹാദി ഉടലെടുക്കാൻ അയാൾ ചെയ്യേണ്ടത് ഖുർആൻ വായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയുള്ള ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളൊക്കെ പറയുന്നത്, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങി വരൂ. നബിയുടെ ജന്മഗൃഹമായ അറബി മാതൃഭാഷയായ സൗദിയിലെ രാജകുമാരൻ പറയുന്നു, നിങ്ങൾ ഖുർആൻ വായിക്കുമെങ്കിൽ നിങ്ങൾ ജിഹാദിയായി മാറുമെന്ന്. കാലത്തിൻ്റെ കാലച്ച എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു മറ്റൊരു കാര്യം, ഇസ്ലാമിസ്റ്റുകൾക്ക് എന്നും വിരോധമുള്ള അമേരിക്കയുമായി ചങ്ങാത്തത്തിൽ പോയാൽ മാത്രമേ, അവരുമായി സഹകരിച്ചാൽ മാത്രമേ ഇസ്ലാമിയെ പരിഷ്കരിക്കാൻ പറ്റൂ. അപ്പം ഇസ്ലാം പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ, യുക്തിവാദികൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സൗദിയുടെ ഭരണകർത്താവ് തന്നെ പറയുമ്പോൾ അദ്ദേഹം ഒരു എത്തിസ്റ്റാണോ എന്ന് സംശയിക്കണോ? തീരുമാനിക്കാം, അല്ലേ? അദ്ദേഹം പറയുന്നത് വെസ്റ്റേൺ സപ്പോർട്ട് ഇല്ലാതെ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു വച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്ത് തീവ്രവാദികളുടെ തള്ളിക്കയറ്റം ഒരുപാട് സംഭവിച്ചു. അതുകൊണ്ട് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതുപോലെ നമ്മുടെ ചെഗന്നൂറൊക്കെ കേരളത്തിൽ പോലും സംഭവിച്ചെങ്കിൽ അറേബ്യയിൽ എത്ര ഭയപ്പാടോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം സധൈര്യം ഇതൊക്കെ കാലത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത് റിഫോം ഇദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് ആ മുല്ലയുടെ ഓരയിടൽ. അങ്ങനെ ഓരയിടൽ നമ്മളും കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരാൾ പറഞ്ഞില്ലേ, 2035 ആകുമ്പോൾ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളൊക്കെ യുക്തിവാദികളാകുമെന്ന്. ഈ MBS യുക്തിവാദിയായി കഴിയുമില്ല. അപ്പം ഇതിന് മുമ്പ് ആർക്കും സാധിച്ചിരുന്നില്ല എന്നതുകൊണ്ട് MBSനും ഇത് സാധിക്കില്ല എന്നാണ് മുല്ലയുടെ കരച്ചിൽ. ഇസ്ലാമിൻ്റെ മാറ്റം അൺറിയലിസ്റ്റിക്, സാധ്യമല്ലാത്ത കാര്യമാണ്.
1400 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെ ഒന്ന് റിഫോം ചെയ്യാൻ, റിഫോമിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരൊക്കെ പരാജയപ്പെട്ടു എന്നാണ് മുല്ലയുടെ കരച്ചിലെങ്കിൽ ഇപ്പോൾ റിഫോമിൻ്റെ തുടക്കം നബി ജനിച്ച മണ്ണിൽ നിന്നു തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും ഇത് വ്യാപകമായ രീതിയിൽ നടന്നു കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. 2017 ശേഷമാണ് ഇതിനൊരു ശക്തി ആർജിക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യം. 2017 ഒരു പ്യൂ റിസർച്ച് പറയുന്നത് യൂറോപ്പിൽ 2017 കേട്ടോ 40,000 പേർ ഇസ്ലാം മതത്തിൽ ചേർന്നപ്പോൾ 2 ലക്ഷം ആളുകൾ മതം വിട്ടു. കുറെ പേർ ഇങ്ങോട്ട് വരുമ്പോൾ അടപടലം ആളുകൾ വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കും. മറിയം നമാമി പറഞ്ഞ ഒരു കാര്യം, അതായത് പ്രിന്റ് മീഡിയ ക്രിസ്ത്യാനിറ്റിയുടെ കടക്കൽ കത്തിവെക്കുകയായിരുന്നു. അതീവ പരമ അബദ്ധങ്ങളായിരുന്ന ഈ പഴയ നിയമങ്ങളെ പ്രിന്റ് ചെയ്ത് ആളുകളോട് എത്തിച്ചപ്പോൾ ആളുകൾ വായിച്ച് ഇതൊക്കെ എന്ത് വിഡ്ഢിത്തരങ്ങളെന്ന് മനസ്സിലാക്കി ക്രിസ്ത്യാനിറ്റി അതിൻ്റെ ശവക്കുഴിയിലേക്ക് താനെ വീണുപോയതുപോലെ. പക്ഷേ ഇസ്ലാമിന് വേണ്ടി വന്നത് സോഷ്യൽ മീഡിയയാണ്. കാരണം ഒട്ടോമൻ സാമ്രാജ്യം വിചാരിച്ചിരുന്നത് അറബി എന്നുള്ളത് ദൈവഭാഷയാണ്, അള്ളാഹുവിൻ്റെ ഭാഷയാണ്. അതിനെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. പ്രിന്റിംഗ് ടെക്നോളജി ഉണ്ടായിട്ട് പോലും പ്രിന്റ് ചെയ്യാനായിട്ട് ദൈവഭാഷയെ വിട്ടുകൊടുക്കില്ല. അത് കാരണം നമ്മുടെ ക്രിസ്ത്യാനികൾ ബൈബിളിൻ്റെ എന്താ പറയുക അപഹാസ്യതയെ വായിച്ചു മനസ്സിലാക്കി അത് വിട്ടതുപോലെ ഇസ്ലാമിസ്റ്റുകൾക്ക്, മുസ്ലിങ്ങൾക്ക് അത് സാധിച്ചിരുന്നില്ല. മാത്രമല്ല അവർ വായന കുറഞ്ഞ ആളുകളാണ്. ലിറ്ററസി വളരെ കുറവായിരുന്നു മുസ്ലിം രാജ്യങ്ങളിൽ. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചുള്ള അവരുടെ അറിവ് മുല്ലമാർ പങ്കുവെക്കുന്നതൊക്കെ കളവും അസത്യങ്ങളും അവാസ്തവങ്ങളുമാണ്. ഈ വെള്ളയടിച്ച ഒരു കുഴിമാടമാണ് വിശ്വാസിയുടെ മനസ്സിലുള്ള ഇസ്ലാം. അതിലെ മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ്. യഥാർത്ഥ മുഹമ്മദ് എങ്ങും അകലെ നിൽക്കുമ്പോൾ വെളുപ്പിച്ച് തേച്ച് മിനുക്കി പെയിന്റ് അടിച്ചു കൊണ്ടുവന്ന ഒരു മുഹമ്മദ് ഏത് വിശ്വാസിയെയും ഭ്രമിപ്പിക്കുന്നത് പോലെ ഇസ്ലാം വിശ്വാസികളുടെ മനസ്സിൽ മുഹമ്മദ് എന്തോ ആണ്, ഒന്നുമല്ല എന്ന് വായിച്ചാൽ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതാണ് സോഷ്യൽ മീഡിയ ചെയ്ത കാര്യം. ഈ മുല്ലമാർ തേച്ച് വെളുപ്പിച്ചതിനെ സോഷ്യൽ മീഡിയ തലക്കടിച്ചതിനെ തകർത്തുക. നമ്മുടെ ക്ലബ് ഹൗസ് കേരളത്തിൽ പ്രിന്റിംഗ് മീഡിയയ്ക്ക് പകരം സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്തു പറ്റി? അതായത് മുസ്ലിങ്ങൾ വായിക്കില്ല എങ്കിലും പ്രിന്റിങ്ങിനോടും വായനയോടും എഴുത്തിനോടും അവർക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിൽ തന്നെയും ടെക്നോളജി അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളാണ്. അത് കേരളത്തിൽ പോലും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയാറ്, ഈ യുക്തിവാദികളൊക്കെ സോഷ്യൽ മീഡിയയും ടെക്നോളജിയും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിസ്റ്റുകൾ ശക്തമായി അത് ഉപയോഗിച്ചിരുന്നു. ഈ ക്ലബ് ഹൗസിൻ്റെ വരവിൽ ആദ്യമായി അതിൽ പിടിമുറുക്കാൻ ശ്രമിച്ചത് ഇസ്ലാമിസ്റ്റുകളായിരുന്നു. പിന്നീട് അവർക്ക് തിരിഞ്ഞുകൊത്തി, അവർ മനസ്സിലാക്കി പിന്നാക്കം പോവുകയും ചെയ്തു. പക്ഷേ ഈ ടെക്നോളജി പ്രേമമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അതിൻ്റെ ശവക്കുഴിയിലേക്ക് എടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാസ്തവം. പിന്നെ ഈ മുല്ലാക്കന്മാർ ഇതൊക്കെ പറയുമ്പോൾ യാസിർ ഖാദി എന്ന ഒരു അപ്പോളജിസ്റ്റ് ഉണ്ട്, ഒരു സാമാന്യം തെറ്റില്ലാതെ കാര്യം പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, നമ്മൾ ഉലമാക്കൾ എല്ലാ രഹസ്യങ്ങളും ജനങ്ങളോട് പങ്കുവയ്ക്കാറില്ല. ഖുർആനിൽ വ്യത്യസ്തതകൾ ഉണ്ട് എന്ന് സമ്മതിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഉലമാക്കൾ ഒരുപാട് രഹസ്യങ്ങൾ പൊതുവെ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാറില്ല. അപ്പോൾ അവാസ്തവമായ ഒരു ചിത്രമാണ് ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും മുസ്ലിമിൻ്റെ മനസ്സിലുള്ളത്. അത് തകർത്തെറിയുന്നത് എങ്ങനെയാണ്? അതിനെ അടുത്തറിയാനുള്ള മാർഗം പ്രിന്റിംഗ് ആയിരുന്നുവെങ്കിൽ അടുത്തു പോയില്ല, പോയാൽ മനസ്സിലാകില്ല, പോകാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ
സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടല്ലോ. തുറന്നു നോക്കിയപ്പോൾ ഇസ്ലാമിൻ്റെ തനി നിറം വൈകുന്നേരങ്ങൾ സായാഹ്ന പത്രം പോലെ തുറന്നു കിട്ടിയപ്പോൾ, അപ്പം വായന നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മതം വിടൽ നേരത്തെ തുടങ്ങുമായിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് കാണാതിരിക്കാൻ ഒക്കത്തില്ല. 2007, 2008 കാലഘട്ടങ്ങളിലാണ് എക്സ് മുസ്ലിംസ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഏകദേശം 15 വർഷമായി. ഈ 15 വർഷം കൊണ്ടുള്ള മാറ്റം എന്നുള്ളത് സമൂലമായ അടിമുടിയുള്ള മാറ്റമാണ്. കേരളത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മുസ്ലിം വനിതകൾ ഉൾപ്പെടെ, പെൺകുട്ടികൾ ഉൾപ്പെടെ മതത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് പരസ്യമായി വന്ന് തന്നെ ഞങ്ങൾ എക്സ് മുസ്ലിംസ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അഭൂതപൂർവമായ വളർച്ചയാണ് എക്സ് മുസ്ലിംസിന് ലോകമാസകലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇവിടെ പ്രസക്തമായ കാര്യം ഈ 15 വർഷം കൊണ്ട് സൗദിയിലെ ഭരണകർത്താവ് വരെ ഒരു എത്തീസ്റ്റുമായി മാറുന്ന അവസ്ഥ നിങ്ങൾ നോക്കൂ. അതായത് പഴഞ്ചൻ ആശയങ്ങൾക്ക് അതേപടി തുടരാനാവില്ല. ജനസഞ്ചയം വികസിക്കുകയും പരിണാമത്തിന് വിധേയമാവുകയും ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചാൽ കുറ്റി വരെ പറിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നതുപോലെ ഇവിടെ ഭരണകർത്താവെന്ന കുറ്റി പറിക്കപ്പെട്ടിരിക്കുന്നു. ഹാരിസ് സുൽത്താൻ പറയുന്നത് ലോകത്ത് എക്സ് മുസ്ലിം ഉണ്ടെന്ന് നന്നായി അറിയാവുന്ന ആളാണ് മുഹമ്മദ് ബിൻ സൽമാൻ. പിന്നെ ലോകം ഇസ്ലാമിന് കീഴിലാകുമെന്നൊരു മോഹമുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട മുദ്രാവാക്യം സിനിയുടെ ഇപ്പൊ എന്തായി? അതൊക്കെ മോഹങ്ങളൊക്കെ മോഹഭംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ, അല്ലെങ്കിൽ നല്ല അവസ്ഥ. സോഷ്യൽ മീഡിയ ഇങ്ങനെ വരദാനം പോലെ വെച്ച് കൈനീട്ടുമ്പോൾ ആരാണ് അത് സ്വീകരിക്കാതിരിക്കുക? ഇപ്പം ചിത്രം, മുഹമ്മദ് നബിയുടെ ചിത്രമുണ്ടോ? ഉണ്ട്. അത് വളരെ രഹസ്യമായി എങ്ങോ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ചിത്രം പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സിനിമ വരെ എന്ന് സൗദിയിൽ അനുവദനീയമാണ്. 2000 സിനിമാ കൊട്ടകകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് MBS പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ റിയാദിലാണ് ഇപ്പോൾ ഈ മദ്യഷാപ്പുകൾക്ക് ലൈസൻസ് നൽകപ്പെട്ടിരിക്കുന്നത്. മ്യൂസിക് കൺസേർട്സ് യഥേഷ്ടം. ഇവിടെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെ പാട്ട് കേൾക്കുന്നവൻ ജനിച്ചവനാണെന്ന് പറഞ്ഞു പാടി നടക്കുമ്പോൾ പാട്ട്, നൃത്തച്ചുവടുള്ള പാട്ട് സൗദിയിൽ ഇന്ന് നിത്യകാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തെക്കുറിച്ച് പടിപടിയായിട്ടാണ് അത് നിർത്തലാക്കിയത്. അവസാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖലീഫയായ അലി ഉൾപ്പെടെ നിസ്കാരവേളയിൽ മദ്യപിച്ചു കൊണ്ടുവന്ന് ഖുർആൻ തെറ്റിച്ചു വായിച്ചത് കൊണ്ടാണ്. ആദ്യമൊക്കെ പറഞ്ഞത് മദ്യത്തിൽ ഗുണവും ദോഷമുണ്ട്, ദോഷമാണ് കൂടുതൽ, അതുകൊണ്ട് ഒഴിവാക്കുക, 2:219. പിന്നീട് പടിപ്പടിയായിട്ട് ഇത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ 2:219, 5:90-91, 4:43, 56:17-19, 47-15 എന്നീ ആയത്തുകളിൽ വളരെ വ്യക്തമായി തന്നെ ഇതിനെ ഹറാമാക്കി വെച്ച ഖുർആന്റെ ഈറ്റില്ലത്തിൽ തന്നെ ലൈസൻസ് നൽകി, കമോൺ യു ക്യാൻ ഹാവ് എ ലിക്വർ എന്ന് പറയത്തക്ക ലിക്കർ അല്ലെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഒരു മോഡേൺ പ്രോഗ്രസീവ് ഇസ്ലാമിക് സൊസൈറ്റി അദ്ദേഹം ഉദ്ദേശിക്കുന്നു. 2 ഓപ്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ഉള്ളത്. ഒന്ന്, ഒരു കോഡൻ യുഗത്തിലുള്ള ഒരു മിഡീവിയൽ ഏജിലുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്. മറ്റൊന്ന് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ജനാധിപത്യമില്ലെങ്കിൽ തന്നെയും നടപടികളിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. അതിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് മോഡേൺ
പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആകുമ്പോൾ ഒരുപാട് വീഴ്ചകൾ, വിട്ടുവീഴ്ചകൾ, വെട്ടിത്തിരുത്തലുകൾ, വെട്ടിമറിക്കലുകൾ ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി വന്നു. അത് പറയുന്നത് ഇപ്പം ഒരാൾ നിസ്കരിക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ മരിച്ചുപോയി. നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കി കൊടുത്തു. എൻ്റെ ഉമ്മ തീവ്രവാദിയല്ല. എൻ്റെ മാമന്മാരൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ്. എൻ്റെ അളിയൻ നിസ്കരിക്കുന്ന ആളാണ്. അവർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നു, അതോട് ശരി. അങ്ങനെയുള്ള ഇസ്ലാം ആർക്കാണ്? ഇപ്പം ഞാൻ താമസിക്കുന്നത് ആറ്റുകാലിൻ്റെ ഭാഗത്താണ്. ഒരുപാട് ആളുകൾ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. അവർക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ നമുക്കും മനസ്സമാധാനമാണ്. പക്ഷേ തെരുവിൽ വന്ന് പ്രശ്നങ്ങളാകുമ്പോഴാണ് മതം. ഈ മതം ഏതു മതമായാലും തെരുവിലേക്ക് ഭരണകർത്താക്കളാൽ വലിച്ചിഴക്കപ്പെടും, രാഷ്ട്രീയക്കാരാൽ വലിച്ചിഴക്കപ്പെടുമ്പോൾ, ദുരവസ്ഥ അങ്ങേയറ്റം കൂടുമ്പോൾ നിസ്കരിക്കുന്നവർ മനസ്സിൽ, വീട്ടിൽ മതം ആഘോഷിക്കൂ, കൊണ്ടാടൂ. പക്ഷേ ഇത് ഏറ്റവും വലുതാണെന്നും നിങ്ങളൊക്കെ അത് ചെയ്യണമെന്നും അല്ലെങ്കിൽ ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞു കൊത്തുമെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മ്യൂസിക് ഹറാമാകുമ്പോൾ ജസ്റ്റിൻ ബീബർ, കനേഡിയൻ സിംഗറായ റിഹാന, നിക്കി മിനാജ്, ഇവരൊക്കെ ആരെന്ന് ചോദിച്ചാൽ പാട്ടുപാടുക മാത്രമല്ല, മോഡേൺ രീതിയിൽ വസ്ത്രം ധരിച്ച് ഭ്രമിപ്പിക്കുന്ന രീതിയിൽ രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പാട്ടുപാടുന്നവരാണ്. കൺസേർട്ടുകൾക്ക് യഥേഷ്ടം അനുവദിച്ചുകൊണ്ട് തന്നെ സൗദി അടപടലം മാറ്റത്തിൻ്റെ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ MBS യുക്തിവാദി ആണോ? നിങ്ങൾ തീരുമാനിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം സിനിമാ കൊട്ടക 2000 ആകാൻ പോകുന്നു. 2018 സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങൾ നോക്കൂ, ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി വന്നപ്പോൾ നിനക്ക് ആരാടാ ഇവിടെ വിളിച്ചു കയറ്റിയത്? ഒരു ഭ്രാന്തൻ ജൽപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ? ആരാടാ ഇവിടെ സ്റ്റേജിൽ വിളിച്ചു കയറ്റിയത്? എത്ര ബോഷ്കത്തനമായിരുന്നു അയാൾ പറഞ്ഞത്. പക്ഷേ നോക്കൂ നിങ്ങൾ, അതേ സ്ഥാനത്ത് ഈറ്റില്ലത്ത് തന്നെ ആൺതുണയില്ലാതെ പെണ്ണിന് അനുവദിക്കപ്പെടാതിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നൽകിക്കൊണ്ടാണ് നിനക്ക് മരിക്കേണ്ട പെണ്ണേ. സൗദിയിൽ ഇത് ചോദിക്കാൻ ഇന്ന് ആരുമില്ല. പക്ഷെ അദ്ദേഹത്തെ വഹാബികൾ ഉന്നം വെക്കും. അങ്ങനെയാണോ? കൈവെട്ട്, തലവെട്ട്, വെടിവെപ്പ്, ഇതൊക്കെ ഇവരുടെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന കണ്ടില്ല നമ്മൾ. ഇതൊക്കെ ഇവിടെ സ്ഥിരം ഹോബി ആകുമ്പോൾ ഈ ഹോബി ഒന്നും MBSന്റെ മുഹമ്മദ് ബിൻ സൽമാന്റെ മുമ്പിൽ വില പോകില്ല. കാരണം ഇയാൾ ഡെമോക്രാറ്റിക് അല്ല. ഈ ഡെമോക്രസി വെച്ചാണ് ഇവർ കളിക്കുന്നത്. ജനാധിപത്യം അവർക്ക് അന്യമാണെങ്കിലും സെൽഫ് ഡിഫൻസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ജനാധിപത്യമാണെങ്കിൽ, ഇപ്പം മാധ്യമം, ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി ഒക്കെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യത്തിന്റെ രീതികളെ ആണെങ്കിൽ ഇതൊക്കെ പൊയ്മറകളാണ്. അവരുടെ ബുക്കിലേക്ക് പോയാൽ, ബുക്ക് ദ പീപ്പിൾ, അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തീർത്തും അന്യമാണെങ്കിൽ, പക്ഷേ അതിന് ചുട്ട മറുപടിയാണ് MBSന്റെ നിലപാടുകൾ. ഡെമോക്രാറ്റിക് അല്ല, ആട്ടോക്രാറ്റ് തന്നെയാണ്. ഏകാധിപതിയായ രീതിയിൽ മർക്കടമുഷ്ടിയോടുകൂടി കർക്കശമായ നിലപാടുകൾ എടുത്തതുകൊണ്ട് തന്നെയാണ് അണുവിട ചലിക്കാൻ വിടാതെ അദ്ദേഹം 40 വയസ്സുള്ള അദ്ദേഹം 19 വർഷം ആരെങ്കിലും കൊന്നില്ലെങ്കിൽ ഇത് സൗദി അറേബ്യയെ എങ്ങനെ ഈ ദോശ എടുത്ത് മറയ്ക്കുന്നത് പോലെ, ചപ്പാത്തി എടുത്ത് മറയ്ക്കുന്നത് പോലെ, പേപ്പർ പ്ലേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന പേപ്പർ റോസ്റ്റ് എടുത്ത് മടക്കി മറയ്ക്കുന്നത് പോലെ മറയ്ക്കും എന്നുള്ളതിൽ വധിക്കപ്പെടാം അദ്ദേഹം. ആ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ നേരിടാൻ കർക്കശത തന്നെ, മാനവികത, ഡെമോക്രസി, അതൊക്കെ യുവന്മാരുടെ മുമ്പിൽ വിറ്റുപോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, യുവന്മാരെന്ന് പറയുമ്പോൾ 19% സൗദികൾ നിരീശ്വരന്മാരാണ്. അവിടുത്തെ ജനങ്ങളല്ല. ഏതു മതവിഭാഗത്തിലും തീവ്രവാദി ഉള്ളതുപോലെ ഏറിയും കുറഞ്ഞു. അത് വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറിയും കുറഞ്ഞു. തദ്ദേശീയത,
എന്താ പറയുക, കൾച്ചർ, പിന്നീട് രാഷ്ട്രീയം, ഇതൊക്കെ ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു തരി പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാതെ ഏകാധിപതിയായി തന്നെ കണ്ണും കാതും മനസ്സുമില്ലാതെ തന്നെ ഇവന്മാരെ നേരിടാൻ തന്നെയാണ് തുനിഞ്ഞ് അദ്ദേഹം തൻ്റെ ജീവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇതിലേക്ക് പറയേണ്ടത്? വേണോ വേണ്ടയോ? വാസ്തവത്തിൽ എനിക്കറിയില്ല കേട്ടോ, അതേ എനിക്ക് പറയാൻ ഉള്ളൂ. മൃദുസമീപനം ഇത്തരം കാടന്മാരോട് ഒരിക്കലും പറ്റില്ല എന്ന വാദഗതി ഒന്ന് പരിഗണിക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ നബിയുടെ ഈറ്റില്ല, ഖുർആന്റെ ഈറ്റില്ല. അറബി ഭാഷ ഖുർആനിലാകുമ്പോൾ ആ ഭാഷയിൽ അനുദിനം സംസാരിക്കുന്ന ആളുകൾ, ആപ്പിൾ വാങ്ങിക്കാൻ പോലും, കക്കൂസ് എവിടെയെന്ന് ചോദിക്കാൻ പോലും അറബി ഉപയോഗിക്കുന്നവരുടെ ഖുർആൻ അറബിയിലാണല്ലോ. അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അപ്പോ ഇസ്ലാം വിടുന്നവരെ കൊല്ലണം. അപ്പോസ്റ്റസിക്ക് മരണമാണ് ശിക്ഷ. MBSന്റെ തല വെട്ടണോ കൈ വെട്ടണോ? വെട്ടാനായി അങ്ങോട്ട് ചെന്നാൽ മതി, രണ്ടും വെട്ടി ഇങ്ങോട്ട് തിരിച്ചയക്കും എന്നുള്ളത് ജിദ്ദയിൽ ബിക്കിനി വരെ അലൗഡാണ്. എൻ്റെ പൊന്നെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എൻ്റെ റബ്ബേ, നിന്റെ മതം ഇങ്ങനെയൊക്കെ ദയനീയമായി പരാജയപ്പെട്ട് അമ്പേ ശവക്കുഴിയിലേക്ക് പോകുമ്പോൾ സഹതപിക്കല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല. കാലഹരണപ്പെട്ടതൊക്കെ തോണ്ടി മൂടപ്പെടും, കബറടക്കപ്പെടും. അതേത് പ്രസ്ഥാനമായാലും ഏത് ആശയമായാലും കാര്യം ചലിക്കാതെ നിൽക്കാൻ മനുഷ്യർക്കാവില്ല. ചലനം ചലനം ചലനം. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.